അനീസ് അലി കൂടെ ചേരുകയാണ്. അനീസ് അലി, എന്തായാലും ജില്ലാ നേതൃത്വവും വളരെ വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സമയമാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ അവർ രാഷ്ട്രീയമായി നേരിടുന്നത്? ജില്ലയിലെ മുതിർന്ന നേതാവ് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഒളിവിലാണ്. അതുപോലെ തന്നെ MLA IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്തില്ല, ഒളിവിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് അവരുള്ളത്. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ജില്ലാ സെഷൻസ് കോടതിയിലാണ് അവർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് മുമ്പ് പുറത്താക്കപ്പെട്ട KK ഗോപിനാഥൻ, അദ്ദേഹം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. KK ഗോപിനാഥൻ വലിയ ആരോപണങ്ങൾ IC ബാലകൃഷ്ണനെതിരെയും ഈ നിയമന കോഴയിലും ഒക്കെ മാധ്യമങ്ങളെ അടക്കം വിളിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ അദ്ദേഹത്തിന്റെ പേരും ഈ NM വിജയൻ എഴുതി എന്ന് പറയപ്പെടുന്ന ഈ കത്തിൽ ഈ ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും പേരിനോടൊപ്പം തന്നെ KK ഗോപിനാഥന്റെ പേരും വന്നിട്ടുണ്ട്. KK ഗോപിനാഥൻ ഇപ്പോൾ CPM സഹയാത്രികനായിട്ടാണ് നിൽക്കുന്നത്. നേരത്തെ പാർട്ടി കോൺഗ്രസ് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു ഈ നിയമന കോഴയുമായി ബന്ധപ്പെട്ട്, സഹകരണ സ്ഥാപനങ്ങളിലെ നിയമന കോഴയുമായി ബന്ധപ്പെട്ട്. ആ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആളാണ് KK ഗോപിനാഥൻ. അതേ തുടർന്നാണ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയത്. അദ്ദേഹം പക്ഷേ പിന്നീട് CPM-വുമായി സഹകരിക്കുകയും CPM അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ CPM-ന്റെ സഹയാത്രികനായിട്ടാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പേര് കൂടി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ വന്നതോടുകൂടി 3 പേരും, അതായത് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ജില്ലാ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. KK ഗോപിനാഥനാണ് മറ്റൊരാൾ. അദ്ദേഹം ഹൈക്കോടതിയിലാണ് അപേക്ഷ നൽകിയത്. PV ബാലേന്ദ്രൻ കൂടിയുണ്ട്. അദ്ദേഹം നേരത്തെ കോൺഗ്രസ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം CPM പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഈ 4 പേരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യം പരിഗണിച്ചാൽ കോടതി ഇന്നിപ്പോൾ ജില്ലാ സെഷൻസ് കോടതി അത് പരിഗണിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അഥവാ അത് പരിഗണിക്കുന്ന സന്ദർഭത്തിൽ ജാമ്യം ലഭിക്കാനാണ് സാധ്യത എന്ന് നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് NM വിജയന്റെ കത്തിൽ പേര് പരാമർശിക്കുന്ന അഴിമതി നടത്തിയെന്ന് പറയുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ആളുകൾ. പക്ഷേ ഈ കത്ത് NM വിജയൻ്റേതാണ് എന്ന് ഇതുവരെയും സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. NM വിജയൻ്റെ കത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. അത് കയ്യക്ഷര പരിശോധനയും അതുപോലെ തന്നെ അതിൻ്റെ കാലഗണനയും ഒക്കെ പരിശോധിക്കേണ്ട, ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ NM വിജയൻ്റെ കത്താണ് എന്നും അത് മരണസമയത്ത് തന്നെ അദ്ദേഹം എഴുതിയ കത്താണ് എന്നും ഉറപ്പിക്കാനാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് മരണക്കുറിപ്പായി കാണുകയും അതിൽ പേരുള്ള ആളുകളുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അത്തരത്തിലൊരു ശാസ്ത്രീയ പരിശോധനയിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. പോലീസ് കോടതിയിൽ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. ഏതായാലും ശാസ്ത്രീയ പരിശോധന നടത്താൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറക്ക് അതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. പക്ഷേ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന നടത്തുകയോ അതിൻ്റെ പരിശോധനാ ഫലം പുറത്തു വരികയോ NM വിജയൻ്റെ മരണക്കത്താണ്, ആത്മഹത്യാ കുറിപ്പാണ് ഇത് എന്ന് സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. പോലീസിൻ്റെ മുമ്പിൽ ഒരു ആരോപണം മാത്രമാണ് ഇതുള്ളത്. NM വിജയൻ്റേതെന്ന് പേരിൽ പുറത്തു വന്ന കത്തിൽ IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ പേരുണ്ട് എന്നതുകൊണ്ടാണ് അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുള്ളത്. കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യത്തിന് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനാണ് സാധ്യത എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ എവിടെയാണ് ഈ 3 പേരും ഉള്ളത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും തിരുവനന്തപുരത്ത് IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് ND അപ്പച്ചനും തിരുവനന്തപുരത്തായിരുന്നു ഉണ്ടായിരുന്നത്, നേതൃയോഗം ഉണ്ടായിരുന്നതുകൊണ്ട്. അതേസമയം KK ഗോപിനാഥൻ കർണാടകയിലേക്ക് കടന്നതായാണ് സൂചന. കഴിഞ്ഞ ദിവസം ജില്ലയിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇങ്ങനെ പ്രതി ചേർക്കപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പായി അദ്ദേഹം ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അദ്ദേഹം 3 പേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഏതായാലും IC ബാലകൃഷ്ണനും ND അപ്പച്ചനും കോൺഗ്രസിൻ്റെ നേതാക്കളായതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് അവരോട് ഇത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറി നിൽക്കാൻ, ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. KK ഗോപിനാഥനും അതുപോലെ തന്നെ മാറി നിൽക്കുകയാണ്. അദ്ദേഹം എവിടെയാണുള്ളത് എന്ന് മനസ്സിലായിട്ടില്ല. ഏതായാലും 3 പേരും വയനാട് ജില്ലയിലില്ല എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. ജിൽസി, KR സാജു തുടരുന്നുണ്ട്. സാജു, അതായത് ഇപ്പോൾ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെ അടിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുമെന്നും പ്രതീക്ഷിക്കണം.